കടമ്പിലെ പുഞ്ചിരിപ്പൂമുട്ടുകൾ ആരാമി പന്തലിൽ മാഞ്ഞു പോയെന്നോ. ഇത് കണ്ടപ്പോഴേ എനിക്കൊരു പാട്ട് പാടാൻ തോന്നി കേട്ടോ. അതായത് ഇങ്ങനെയുള്ള ഈ യൂക്കാലി തോട്ടങ്ങൾ ഇങ്ങനെ കാണുമ്പോഴില്ലേ എനിക്കൊരു പാട്ട് പാടണം എന്നൊക്കെ തോന്നിയായിരുന്നു. പണ്ട് നമ്മളെ മമ്മൂട്ടിയിൽ ഇങ്ങനെ ഓടി വരുന്നില്ലായിരുന്നു, അതേപോലെയുള്ള രംഗമായിരുന്നു. ഇങ്ങനെ ഓടി വരുന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ അതുപോലെ എനിക്ക് ഇതെല്ലാം കാണുമ്പോഴിങ്ങനെ തോന്നിയതായിരുന്നു. നമ്മളിതൊന്നും പറയാമെന്നല്ല വന്നിട്ട് കേട്ടോ. അതായത് ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ കാണുമ്പോൾ ഒരു ചൊറിച്ചലാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒരു കഷ്ടകാലം വരുമ്പോഴേ അയാൾക്ക് എങ്ങനെയുണ്ടോളെ കഷ്ടകാലം ഇപ്പോഴും ഇപ്പോൾ തന്നെ ഒരു സന്ദർഭം. കാരണം എന്താ വെച്ചാൽ ആൾ പൊളിഞ്ഞ് പമ്പരമായി നിൽക്കുവാന്ന്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കും കൂടി ഒരു കമൻറ്റൊക്കെ പാസ്സാക്കി കൊടുക്കുക. ഇപ്പം നിൻ്റെ അമ്മച്ചി ആശുപത്രിയിലല്ലേ, എല്ലാ പണിയും ഇപ്പം നീ എടുക്കണോ അല്ലേ, നിൻ്റെ അമ്മച്ചി ആശുപത്രിയിലായപ്പോഴാണ് നീ ശരിക്കും പെട്ടത് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ ഒരു പാവം പിടിച്ച ഒരു ടീച്ചറുടെ ഒരു ചാനലുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ആദ്യം ഒരുപാട് സഹായവും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അന്നൊക്കെ അവർക്കെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴവർക്കെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് ആശുപത്രിയിലാണ്. എന്നാലും ചില ആൾക്കാർക്കില്ലേ അത് കാണുമ്പോഴെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. കാരണം എന്താ അറിയുക, നിൻ്റെ അഹങ്കാരം ഇതോടുകൂടി തീർന്നല്ലോടി എന്ന് പറഞ്ഞിട്ടില്ല ഒരു ഒരു ആറ്റിറ്റ്യൂഡാണ് ചില ആൾക്കാർക്ക്. അതിനു വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന വഴി എന്താണെന്നറിയാം. അതായത് കമൻ്റ് ഇടുക. ഈ കമൻ്റ് ഇട്ടിട്ട് മനുഷ്യന്മാരെ തകർക്കുക എന്നൊക്കെ പറയുന്നില്ലേ, കാര്യം ശരി തന്നെയാണ്. അവർക്കിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്നറിയില്ല, അവരെ വീഡിയോ മൊത്തത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈലൻ്റ് ആയിപ്പോയി എന്നുള്ളതാണ്. അതായത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോക്ക് നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരുടെ ഒരു ഇത് ഇഷ്ടപ്പെടാത്തവരാണോ അല്ലെങ്കിൽ പ്രേക്ഷകർ മാറിയതാണോ എന്നറിയില്ല. അവർക്ക് പഴയ ഒരു ഇതിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴവർക്ക് ഇത് കഴിഞ്ഞിട്ടില്ലായിരുന്നു. അവരെ ഇഷ്ടപ്പെട്ടത് എല്ലാവരും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആ പഴയകാല ആദിവാസികളുടെ പോകുന്നതും അതുപോലെ തന്നെ അവർക്ക് സഹായം ചെയ്യുന്നതൊക്കെയുള്ള വീഡിയോസാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഉള്ള ഒരു വീഡിയോസ് മാത്രമായപ്പോഴേ ആൾക്കാർക്ക് ചെറുങ്ങനെ ബോറടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അതുമാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ ജനങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയേണ്ടത് കഷ്ടപ്പാട് തന്നെയാണ്. മഴ വന്നിട്ട് പോകാൻ നോക്കലായിരുന്നു, നോക്കുമ്പോൾ മഴ വീണ്ടും ചോർന്നായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിഷമവും ടെൻഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് തന്നെയാണ്, ഒരു സംശയവും. അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന ദീപ്തി ടീച്ചറുടെ കാര്യത്തിൽ നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരൊരു വിഷമഘട്ടത്തിൽ തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ അമ്മക്ക് അസുഖമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ കല്യാണം കഴിച്ചിട്ട് ആ ചെറുക്കനെ കൂടി ഇങ്ങനെ ആക്കിയല്ലോടി എന്ന് പറഞ്ഞിട്ടുള്ള കുത്തുവാക്കുകൾ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ജനങ്ങളിങ്ങനെ കമൻ്റ് ഇട്ട് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അവർക്ക് സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ മോശമായ കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കമൻറ്റെങ്കിലും ആരെങ്കിലും ഇട്ട് ഞങ്ങളൊന്ന് വായിച്ച് രസിക്കട്ടെ. ഒരു മനുഷ്യന്മാരിങ്ങനെ തകർന്ന് കിടക്കുമ്പോഴാണോ മറ്റേത്തെ വർത്താനം പറയുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സംഭവം ശരി തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അവരുടെ വീഡിയോക്ക് ഒരുപാട് പാളിച്ചകൾ വന്നിട്ടുണ്ട്. അതായത് കല്യാണം കഴിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവരുടെ വീഡിയോ വളരെയധികം താഴോട്ട് പോയിട്ടുണ്ട്. അത് കണ്ടൻറ്റിൽ വന്ന വ്യത്യാസങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഡിവോഴ്സും കാര്യങ്ങളും ഇതെല്ലാം കേൾക്കാനാണ് ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ്. അല്ലാതെ നല്ല കാര്യങ്ങളൊന്നും കേൾക്കാൻ ആർക്കും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇവരുടെ ആദ്യ ഭർത്താവ് ഒന്ന് ഭീഷണിപ്പെടുത്തുന്നതും പിന്നെന്ന് പറഞ്ഞാൽ ആദ്യ ഭർത്താവിൻ്റെ പ്രശ്നങ്ങളും അയാളുടെ ആക്രമത്തിൽ നിന്നും എനിക്ക് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് പറയുന്നതും ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം ആൾക്കാരും ഉണ്ടായിരുന്നു. ഇന്നിപ്പോഴും അവരുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറും മനസ്സിലാക്കണം, നിങ്ങളുടെ കണ്ടൻറ്റ് കുറച്ചുകൂടി ഇതായിട്ട് വരണമായിരുന്നു. വെറും ആട്ടിനെയും കോയിനെയും പോറ്റിയാൽ മാത്രം പോരാ, നമ്മൾ കണ്ടൻറ്റ് എടുക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിട്ട് വരണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങൾ തന്നെ കണ്ടിങ്ങനെ ആസ്വദിക്കുന്ന ഒരുപാട് ടീമുകളും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മോശപ്പെട്ട കമൻ്റ് ഇട്ടിട്ട് ഒരാളെ അങ്ങ് താഴ്ത്തരുത്. അതായത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട. അതാ നിങ്ങൾ കാണാണ്ടെന്നോ വീഡിയോ, അല്ലാതെ വീഡിയോ മുഴുവൻ കാണുമ്പോൾ വേണം, കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനെയുള്ള കമൻറ്റ് ഇടുകയും വേണം. അത് ശരിയല്ല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യന്മാർക്കെന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും. അത് പ്രശ്നങ്ങളില്ലാതെ മനുഷ്യന്മാരുണ്ടാ, ജീവിതമാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവർക്ക് നല്ല കാലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഘട്ടകാലമായി പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പിന്നെ എന്താണ് പ്രധാനപ്പെട്ട ഒരാൾക്ക് അസുഖം വരുന്നു, ആശുപത്രിയിലാകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസികപരമായിട്ട് കുടുംബത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്.
അതിന് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ കമൻ്റ് ഇട്ട് ഇത് മെഴുകുമ്പോഴേ അവരുടെ ആ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണമായിരുന്നു. അപ്പം നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, വെറുതെ എന്തിനാന്നൊരു മനുഷ്യന്മാരെ വന്നിട്ട്, കാരണം അവരാരെയും ദ്രോഹിക്കാൻ വേണ്ടി പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു മനുഷ്യന്മാരെ പോലും അവർ ദ്രോഹിക്കാനൊന്നും പോക്കില്ല. വേറെ ആളെ പറ്റിയിട്ട് കുറ്റം പറയാനോ അല്ലെങ്കിൽ വേറെ ആളെ പറ്റിയിട്ട് ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് ഇത് എതിർക്കുന്ന തരത്തിൽ വരാനൊന്നും അവർ പോകാറില്ല. പിന്നെ എന്തിനാണ് വെറുതെങ്കിലും പോയിട്ട് ഒരാളുടെ മനസ്സ് വിഷമിക്കുന്ന തരത്തിൽ അവർ ഡൗണായി ഇരിക്കുമ്പോൾ തന്നെ പറയണം എന്നുള്ള ആവശ്യം എന്താണെന്ന് അവർ ഇന്നലെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് തോന്നിയത്. അതായത് ഇന്നലെ അവർ വളരെയധികം ഡൗൺ ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഈ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം വീട്ടിൽ ഒരാൾക്ക് അസുഖമായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മുടെ വീടിൻ്റെ വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. നേരെ മറിച്ച് ആ അച്ഛൻ അസുഖമെങ്കിൽ ഒരു കുഴപ്പമില്ല. അച്ഛനാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയും കാര്യങ്ങളും ഉണ്ടാകും നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴാണ് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് ഒരു വിഷമത്തിലായിപ്പോയത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അങ്ങ് എന്നവരെ തീർത്ത് കളയാം, ഇല്ല ഇവരെ ഇനി പൊങ്ങി വരരുത്, എന്തൊരു വൃത്തികെട്ട പരിപാടിയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ടീച്ചറോട് പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കണ്ടൻറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ട്. അതായത് തുറന്നു പറയുന്നതിന് ഒന്നും തോന്നരുത്, എനിക്ക് തോന്നിയൊരു അഭിപ്രായമാണ്. അതായത് നിങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടൻറ്റ് കൊണ്ട് തന്നെയാണ്. ആദിവാസി മേഖലയിൽ പോയിട്ട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യുന്നതും അതുമാത്രവുമല്ല നിങ്ങൾ പിന്നെ ചില ആൾക്കാരോട് കാണിക്കുന്ന പെരുമാറ്റങ്ങളും ഇതൊക്കെയാണ് എല്ലാവർക്കും കാണാൻ താല്പര്യം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ പട്ടീനെയും പൂച്ചേനെയും കണ്ടുകൊണ്ട് എത്ര നാളാന്നിരിക്കും, അത് നിങ്ങളൊന്ന് പറയാറുണ്ട്. എപ്പോഴും ഈ പട്ടീനെയും പൂച്ചേനെയും കാണിച്ച് കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ പറയുന്നൊരു കാര്യം ഇതാണ്, ഈ പട്ടി പൂച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൻ്റെ അകത്ത് വളർത്തുന്നത് അതൊരു നെഗറ്റീവ് എനർജിയാണെന്ന് ഇവിടെ ഒരു കമൻറ്റ് എനിക്ക് വായിച്ച പോലെ തോന്നുന്നായിരുന്നു. നിങ്ങളുടെ വീഡിയോൻ്റെ അടിയിലാണോ എന്നറിയില്ല, അതും എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പട്ടിയായാലും പൂച്ചയായാലും നമ്മളൊരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനം കൊടുക്കണം അവറ്റകൾക്ക്. ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്രയായി കഴിഞ്ഞാലും ശരിയാണ്, നമ്മൾ പെറ്റ് ഡോഗാണ്, എന്നാലും ഇതൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. പിന്നെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ലേ, ചില ആൾക്കാർ പറയും ഞങ്ങളെ മക്കളെ കാട്ടിയും ഭയങ്കര ഇതായിട്ടാണ് നോക്കുന്നതെന്നൊക്കെ പറയും. എന്നാലും ചില സമയങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കയറി വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികളും കൂടി കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാലും അവർക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാനം അവിടെ എവിടെയും കൊടുക്കണം. അതായത് ഒന്നങ്ങാറ്റാണെങ്കിൽ നമുക്ക് സഹിക്കാം, ഈ 3-4 പട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴേ അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിർത്തുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളെ കാര്യമാണ്, നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ എൻ്റെ മനസ്സല്ലല്ലോ നിങ്ങളത്. നമ്മളിപ്പോൾ പട്ടീനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങളും അത് ചെയ്യരുതെന്നൊന്നും പറയുന്നില്ലല്ലോ. പക്ഷേ ഒരു കമൻറ്റ് വായിച്ചപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പിന്നെ കണ്ടൻറ്റിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. അങ്ങനെ വരുത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് ജനങ്ങൾ കുറച്ചുകൂടി ഏറ്റെടുക്കത്തുള്ളൂ. പിന്നെ എല്ലാവർക്കും വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ദുഃഖവും കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോഴേ കമൻ്റ് ഇടാനും പിന്നിൽ നിന്ന് കുത്താനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാകും. അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ നേരെ മുന്നോട്ട് പോവുക, അതുമാത്രമേ ഉള്ളൂ. ഇവിടെ ആരെയും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെന്താ നിങ്ങളൊക്കെ മറ്റേ അവരുടെ ചെലവിലാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമൻറ്റോ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന ഒന്നും നിങ്ങളെ ബാധിക്കുന്നതല്ല. കണ്ടൻറ്റ് നന്നാക്കാൻ നോക്കുക. അതായത് ഇനിയും പഴയ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ രംഗത്തിറങ്ങുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടും പട്ടിയും പൂച്ചയൊക്കെ വേണം. പക്ഷേ അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച്, അതായത് നമ്മുടെ ആരോഗ്യം കൂടി നോക്കിയിട്ട് മാത്രം പരിപാലിക്കുക. പിന്നെ ആൾക്കാർ പറയുന്ന പോലെ ഇവിടുന്ന് വേഗം ഓടിക്കൂടെ. അതായത് നിങ്ങളുടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അവനവന് ഇഷ്ടപ്പെട്ട ജീവിതം തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരുടെ സ്വപ്നമാണ്. അതില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കും. അതിൻ്റെ അടിയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കമൻ്റ് ഉണ്ട്, ഒരു ഗൾഫുകാരൻ്റെ ഭാര്യയുടേതാണ്. ആ ഭാര്യയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഭർത്താവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ജീവിക്കണം എന്നുള്ളത്. ആ കമൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ അതുപോലെ ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടി നല്ല നല്ല വീഡിയോസ് ഇടുക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പോയി പണിയുണ്ടോക്കെന്ന് പറയാം. അത്രയും തന്നെ. ബൈ ബൈ.